കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, ഈ ഭീകരാക്രമണത്തിന് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നതാണ് സൂചിപ്പിക്കുന്നത്. മറ്റ് എന്തൊക്കെ തീരുമാനങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്നു? ഇന്ത്യ അതീവ സുപ്രധാനമായ തീരുമാനങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. സിന്ധു നദീജല കരാർ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ജലസ്രോതസ് കൂടിയാണ് സിന്ധു നദീജല കരാർ. ഇന്ത്യ മരവിപ്പിച്ചിരിക്കുന്നു, ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വളരെ സുപ്രധാനമായ തീരുമാനമാണ്. അതോടൊപ്പം തന്നെ പാക് പൗരന്മാർക്ക് ഇന്ത്യയിൽ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. അട്ടാരി വാഗ അതിർത്തികൾ രണ്ടും അടയ്ക്കാനും ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. വളരെ സുപ്രധാനമായ തീരുമാനമാണ്. സിന്ധു നദീജല കരാർ റദ്ദ് ചെയ്യുക എന്നത് അത്യസാധാരണമായ സാഹചര്യത്തിൽ മാത്രം ഉണ്ടാവുന്ന ഒരു തീരുമാനം കൂടിയാണ്. ഇതിനു മുമ്പ് പലതവണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ ടെൻഷനിലേക്കൊക്കെ നീങ്ങിയപ്പോൾ പോലും സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോയിട്ടില്ല. ഇന്ത്യ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്. അതോടൊപ്പം ഇന്ന് ചേർന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ് തീരുമാനമെടുത്തത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ക്യാബിനറ്റ് സെക്രട്ടറി ടി.വി. സോമനാഥൻ, പ്രതിരോധ സെക്രട്ടറി, മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സെക്രട്ടറിമാരും അടക്കമാണ് പങ്കെടുത്തത്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ പങ്കെടുക്കേണ്ട ധനമന്ത്രി ഇന്ത്യയിൽ ഇല്ലാത്തത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അമേരിക്കൻ സന്ദർശനത്തിലാണ്. അതുകൊണ്ടാണ് അവർക്ക് മാത്രം പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. സുപ്രധാന തീരുമാനം ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നു. സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയിരിക്കില്ല, സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, മരവിപ്പിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ നദീജല കരാർ നമ്മൾ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ഒരു കടുത്ത ആഭ്യന്തര പ്രശ്നത്തിലേക്കൊക്കെ നീങ്ങാൻ സാധ്യതയുള്ള ഇന്ത്യക്ക് നൽകാൻ കഴിയുന്ന നയതന്ത്ര തലത്തിലടക്കം ഇന്ത്യക്ക് നൽകാൻ കഴിയുന്ന കടുത്ത തിരിച്ചടി കൂടിയാണ്. ആയുധം കൊണ്ട് നൽകുന്ന തിരിച്ചടിയേക്കാൾ കനത്ത തിരിച്ചടിയാവും പാകിസ്ഥാന് ഈ നദീജല കരാർ സസ്പെൻഡ് ചെയ്യുക വഴി ഉണ്ടാകുന്നത്. ഇന്ത്യ കരാർ അനുസരിച്ച് അവിടേക്കുള്ള ജലം എത്തിക്കുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാകിസ്ഥാനെ സംബന്ധിച്ച് അത് വലിയ ദൈനംദിന ജീവിതത്തിലേക്കടക്കം വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇന്ത്യ നീങ്ങിയിരിക്കുന്നത്. കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ ഇന്ത്യ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി പാക് പൗരന്മാർക്ക് വിസ ഇല്ല എന്ന് ഇന്ത്യ തീരുമാനമെടുക്കുന്നു. മാത്രവുമല്ല, എല്ലാ പാകിസ്ഥാൻ പൗരന്മാരും ഇന്ത്യ വിടണം എന്ന ഒരു തീരുമാനത്തിലേക്ക് കൂടി ഇന്ത്യ എത്തുന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ എല്ലാ ബന്ധങ്ങളും കൊട്ടിയടയ്ക്കുന്നു ഇന്ത്യ ഈ ക്രൂര കൃത്യത്തിന് മുന്നിൽ എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതിർത്തികൾ അടയ്ക്കാനുള്ള തീരുമാനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. കിരൺ ബാബു, വിസ മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പാക് പൗരന്മാർക്കുള്ള വിസ മരവിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിർത്തികൾ അടയ്ക്കുന്നു. ഇന്ത്യയിലുള്ള പാകിസ്ഥാനികൾ നാട് വിടണം എന്ന് കൂടി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നടപടികൾ കടുപ്പിച്ചിരിക്കുന്നു. പാകിസ്ഥാനുമായി എല്ലാ വിധത്തിലുള്ള ബന്ധങ്ങളും അവസാനിപ്പിക്കുന്നു ഈ ക്രൂരകൃത്യത്തിൽ ഇന്ത്യ എന്ന് വേണമോ മനസ്സിലാക്കാൻ? അതെ, അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനം.